കോഴിക്കോട് KSRTC ബസിന്റെ ചില്ല് അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതികരണവുമായി യുവതി രംഗത്ത്. അത്യാവശ്യമായി ശുചിമുറിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. ബസ് നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ ചെവിക്കൊണ്ടില്ലെന്നും യുവതി പറയുകയാണ്. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഈ ദൃശ്യങ്ങൾ വന്നതിന് ശേഷം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നാണ് യുവതി പറയുന്നത്? പ്രതീക്ഷ, അങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടി വന്നതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതയായത് എന്തുകൊണ്ടാണ് എന്നാണ് യുവതി ഈ പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നത്. ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ്. ഒപ്പം കടുത്ത സൈബർ ആക്രമണം കൂടിയാണ് യുവതി നേരിടുന്നത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിനിയാണ്. അപ്പോൾ ശുചിമുറിയിൽ പോകേണ്ടുന്ന അത്യാവശ്യം വന്നു. അങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ബസ് നിർത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ജീവനക്കാരോട്, പക്ഷെ അത് കേട്ടില്ല. ഇപ്പോൾ ഈ പ്രചരിക്കുന്നത് ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ്, വീഡിയോ. അതിന് മുൻപും പിൻപും ഉണ്ടായ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ വീഡിയോയിലൂടെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുകൂടിയാണ് യുവതി പറയുന്നത്. ഒപ്പം തന്നെ ഈ മറ്റു മാർഗമില്ലാതെ ബസ്സിൽ എമർജൻസി ഹാമർ ഉപയോഗിച്ച് ചില്ല് തകർക്കുകയായിരുന്നു. അന്ന് തന്നെ ഈ പോലീസ് ഇടപെട്ട വിഷയമാണ്. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബസ് ടെർമിനലിൽ എത്തിയത് പിന്നാലെ തന്നെ നടക്കാവ് പോലീസ് യുവതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. പിന്നീട് സംഭവം നടന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ അങ്ങോട്ടേക്ക് കൈമാറുകയായിരുന്നു. ഈ ബസിന്റെ ചില്ല് തകർത്തതിന്റെ ആയും അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന KSRTC ബസ്സാണ്. കോഴിക്കോട് നിന്ന് മാനന്തവാടിയിലേക്കുള്ള ട്രിപ്പ് മുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ 28,000 രൂപ ആകെ നഷ്ടപരിഹാരമായി നൽകിയെന്ന പ്രശ്നം എല്ലാം തന്നെ പരിഹരിച്ചതാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ. പിന്നീടാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചും ഒക്കെ തന്നെയായി വലിയ രീതിയിൽ KV രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.